ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു FRK Tech PSC. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ 6ാമത്തെ സെഷനാണ്. നമ്മൾ 5 സെഷൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ്, അതോടൊപ്പം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 6th സെഷനാണ്. ആ നോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടുതലുള്ള ഡിസ്ക്രിപ്ഷൻസൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. First question, projection welding is multi-spot welding process, continuous spot welding process used to form mesh used to make a cantilever. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് മൾട്ടി സ്പോട്ട് വെൽഡിംഗ് പ്രോസസ്സാണ്. ഇപ്പോൾ പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്പോട്ട് വെൽഡിംഗ് പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് നോക്കാം പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ. ഇതാണ് പ്രൊജക്ഷൻ വെൽഡിങ്ങിൻ്റെ ഒരു ഫിഗർ. അപ്പോൾ നമുക്ക് വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 പ്ലേറ്റ്സാണ്. അതിലൊരു പ്ലേറ്റിൻ്റെ ഒരു ഭാഗം നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇത് യു പോലെ നമ്മൾ വേണ്ട രീതിയിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതിപ്പോൾ യു ഷേപ്പിലാണ്, അത് ചിലപ്പോൾ നമുക്ക് വേറെ ഷേപ്പിലൊക്കെ ഇതാക്കി നമ്മളൊരു പ്രൊജക്ഷൻ ആ ഒരു പ്ലേറ്റിൽ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് നമുക്ക് 2 ഭാഗത്തും ഇലക്ട്രോഡ് വെച്ച് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇപ്പം എന്ത് സംഭവിക്കും, ഈ ഒരു പ്ലേറ്റിൻ്റെ ഈ ഒരു പ്രൊജക്ഷൻ താഴ്ന്നിട്ട് ആ ഒരു ഭാഗം മെൽറ്റായി മാറും. ഈ ഒരു പ്രൊജക്ഷനാണ് അവിടെ മെൽറ്റായി മാറുന്നത്. ഓക്കെ, മെൽറ്റായി മാറിയിട്ട് അത് 2 പ്ലേറ്റിൽ വെൽഡ് ആയ പോലെ ആകും. ഓക്കെ, അപ്പോൾ അതാണ് പ്രൊജക്ഷൻ വെൽഡിംഗ്. പ്രൊജക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്ലേറ്റിന് നമ്മളൊരു പ്രൊജക്ഷൻ കൊടുക്കുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു മൾട്ടി സ്പോട്ട് വെൽഡിംഗ് പ്രോസസ്സാണ്. കണ്ടോ, അപ്പോൾ ഇത് ഒന്ന് കൂടുതൽ സ്പോട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ പോവുക. അതാണ് പ്രൊജക്ഷൻ വെൽഡിംഗ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ഈസ് എ പ്രോസസ് വിച്ച് യൂസസ് എ മിക്സ്ചർ ഓഫ് അയൺ ഓക്സൈഡ് ആൻഡ് ഗ്രാനുലർ അലുമിനിയം accomplished by maintaining a hot molten metal pool between plates, a process in which arc is maintained under a blanket of flux, all of the above. Submerged arc welding എങ്ങനെയാണ്? It's a process in which arc is maintained under a blanket of flux. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ഒന്നും കൂടി ഇന്ന് നോക്കാം. ഇതാണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്. ഇതേ ഫിഗർ തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞെട്ടത്. ഇപ്പം ഇവിടെ നമുക്ക് ഈ വെൽഡിങ് നടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് വെൽഡിങ് നടക്കുന്നത്. ഓക്കെ, അത് നമുക്ക് പുറത്തേക്ക് കാണൂല. സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ നമുക്ക് ആർക്ക് പുറത്തേക്ക് കാണൂല. ഓക്കെ, അതെവിടെ ഉണ്ടാവുക, ഇതാണ് ഫ്ലെക്സിൻ്റെ ഒരു ബ്ലാങ്കറ്റ്. കണ്ടോ, ഇതാണ് ഫ്ലെക്സ് ഫീഡ്, ഇതാണ് ഗ്രാനുലർ ഫ്ലക്സ് ബ്ലാങ്കറ്റ്. ഗ്രാനുലർ ഫ്ലക്സ് ആണ് ഉണ്ടാവുക ഇവിടെ. അപ്പം അതിൻ്റെ താഴെയാണ് ഇവിടെ വെൽഡിങ് നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്കത് കാണാൻ കഴിയില്ല. അടുത്തത്, ഡിസ്റ്റോർഷൻ ഓഫ് വെൽഡിങ് ഒക്കേഴ്സ് ഡ്യൂ ടു use of excessive current, improper clamping methods, use of wrong electrodes, oxidation of weld pool. വെൽഡിങ്ങിൽ ഡിസ്റ്റോർഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിൻ്റെ ആൻസർ വരുന്നത് ഇംപ്രോപ്പർ ക്ലാമ്പിംഗ് മെത്തേഡ്സ് ആണ്. അപ്പോൾ എന്താണ് ഡിസ്റ്റോർഷൻ നോക്കാം. നമ്മൾ വെൽഡിങ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്ലേറ്റിൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോൾ പ്ലേറ്റ് ചകരം അങ്ങനെ വളഞ്ഞു പോവുക, അതാണ് നമ്മൾ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഈ ഡോട്ടഡ് ലൈനിൽ കാണുന്നതാണ് ഈ പ്ലേറ്റിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ. പ്ലേറ്റ് വെൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബെൻഡ് വന്നു. കണ്ടോ, ഇവിടെ ഒരു ബെൻഡ് വന്നു. ആ ചൂടുകൊണ്ട് ബെൻഡായി പോകണം. അപ്പോൾ അത് ക്ലാമ്പിംഗ് മെത്തേഡ് കറക്റ്റ് ആവായിട്ടാണ് അതങ്ങനെ ഡിസ്റ്റോർട്ടായി പോകണം. കറക്റ്റ് ക്ലാമ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ വളയാനുള്ളൊരു സാധ്യത ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് സ്ട്രോങ്ങസ്റ്റ് ഫോർ ബ്രേസിംഗ് ജോയിൻറ്റ്സ്? ബട്ട്, സ്കാർഫ്, ലാപ്പ്, ഓൾ ആർ ഈക്വലി സ്ട്രോങ്. ബ്രേസിംഗ് ജോയിൻറ്റിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങസ്റ്റ് ഏതാണ്? ബട്ട്, സ്കാർഫ്, ലാപ്പ്, അല്ലെങ്കിൽ എല്ലാം ഈക്വലി സ്ട്രോങ് ആണോ എന്നാണ് ചോദ്യം. എൻ്റെ ആൻസർ വരുന്നത് ലാപ്പാണ്. ഓക്കെ, ഇവിടെ ബ്രേസിങ്ങിൽ വരുന്ന ബ്രേസിംഗ് ജോയിൻറ്റ്സ് നമുക്ക് സ്കാർഫ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. സ്കാർഫ് എന്നുള്ളൊരു ജോയിൻറ്റിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇതാണ് സ്കാർഫ് ജോയിൻറ്റ് കേട്ടോ. ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ ഒരു കട്ടിങ് ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ വെൽഡ് ചെയ്യും. അതാണ് സ്കാർഫ് ജോയിൻറ്റ്. സ്കാർഫ് അല്ലെങ്കിൽ വെൽഡില്ലെങ്കിൽ ബ്രേസിങ് കേട്ടോ. ഏതെങ്കിലും മറ്റൊരു ജോയിൻറ്റ് പ്രോസസ് നമ്മൾ ചെയ്യും. അപ്പോൾ അതിൻ്റെ എഡ്ജ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ മുറിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്കാർഫ് ജോയിൻറ്റ് എന്ന് വിളിക്കുന്നത്. ബാക്കി ലാപ്പും പൊട്ടൊക്കെ നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്താണ്. അപ്പോൾ ഇവിടെ ബ്രേസിംഗ് ജോയിൻറ്റ്സിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വരുന്നത് ലാപ്പ് ജോയിൻ്റാണ്. ഓക്കെ, അടുത്തത്, ആർക്ക് സ്റ്റെബിലിറ്റി ഇസ് ബെറ്റർ വിത്ത് AC welding, DC welding, both AC and DC welding, and specially designated waveforms. ആർക്ക് സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ വരുന്നത് എന്തിനാണ്?
നമ്മളിതിൻ്റെ മുന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് AC വെൽഡിങ്ങിനാണ് അല്ലേ. അതായത് ആർക്ക് ബ്ലോ എന്ന് പറഞ്ഞൊരു ഡിഫക്റ്റിനെ പറ്റി നമ്മൾ പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് ലൈൻസ് കൊണ്ട് ആ ആർക്ക് ഡീവിയേറ്റ് ആയി പോകുന്നൊരു ഡിഫക്റ്റിനെ കുറിച്ച് ഇതിൻ്റെ മുന്നേ പറഞ്ഞത്. അത് DC വെൽഡിങ്ങിലാണ് അത് കാര്യമായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആ ആർക്ക് ബ്ലോ ഒഴിവാകുന്നത് എങ്ങനെയാണ് ആർക്ക് ബ്ലോ നമ്മൾ ഒഴിവാക്കുക, അത് AC വെൽഡിങ് വെച്ച് ചെയ്യുമ്പോഴാണ് ആർക്ക് ബ്ലോ ഒഴിവാകുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. ആർക്ക് സ്റ്റെബിലിറ്റി തന്നെയാണ് ഈ ആർക്ക് ബ്ലോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്ക് ബ്ലോ എന്ന് പറഞ്ഞാൽ ഡീവിയേറ്റ് ആയി പോകും. അപ്പോൾ ഡീവിയേറ്റ് പോകാതിരിക്കണമെങ്കിൽ അത് ആർക്ക് സ്റ്റേബിൾ ആയിരിക്കും. അത് നമുക്ക് ചെയ്യുന്നത് AC വെൽഡിങ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കാണട്ടെ, അതിലൊക്കെ നമ്മൾ ആർക്ക് ബ്ലോനെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്തത്, ദ ഫിനോമിനൻ ഓഫ് വെൽഡ് ഡീകേ ഒക്കേഴ്സ് ഇൻ കാസ്റ്റ് അയൺ, ബ്രാസ്, ബ്രോൺസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ. വെൽഡ് ഡീകേ ഇതിലാണ് വരുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വെൽഡ് ഡീകേ വരുന്നത്. അപ്പോൾ എന്താണ് വെൽഡ് ഡീകേ നോക്കാം. ഇറ്റ് ഈസ് ദി ഇന്റർ ഗ്രാനുലർ കൊറോഷൻ ഓഫ് അൺസ്റ്റെബിലൈസ്ഡ് ഓസ്റ്റനൈറ്റ് സ്റ്റീൽസ് ഇൻ വെൽഡ് HAZ. എന്ന് പറഞ്ഞാൽ ഹീറ്റ് എഫക്റ്റഡ് സോൺ. ഓക്കെ, ഇന്റർ ഗ്രാനുലർ കൊറോഷൻ. ഇപ്പോൾ ഒരു കൊറോഷൻ എന്നുള്ള സാധനമാണ് വെൽഡ് ഡീകേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ വെൽഡ് ഡീകേ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിക്കും. അത് കൊറോഷൻ ആണ്, ഇന്റർ ഗ്രാനുലർ ആയിട്ടുള്ള കൊറോഷൻ. ഏത് ഭാഗത്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടോ, അപ്പോൾ നമുക്കൊരു വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്, ഈ ഒരു ഭാഗമാണ് ഹീറ്റ് എഫക്റ്റഡ് സോൺ. ഓക്കെ, ഇതാണ് ഹീറ്റ് എഫക്റ്റഡ് സോൺ. ഹീറ്റ് എഫക്റ്റഡ് സോണിൽ ഇന്റർ ഗ്രാനുലർ ആയിട്ടുള്ള ഗ്രാനുലർ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഗ്രാനുലർ എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് ബിഗ് സൈസിലുള്ള ഒരു രീതിയിൽ കൊറോഷൻ സംഭവിക്കും. അതാണ് വെൽഡ് ഡീകേ. അത് സാധാരണ നമുക്ക് ഓസ്റ്റനൈറ്റ് സ്റ്റീൽസിലാണ് കാണുക. ഓക്കെ, സ്റ്റീലിലാണ് നമുക്കവിടെ കാണുന്നത്. ബാക്കി നമുക്ക് ബേസ് മെറ്റൽ കണ്ടോ, അൺഎഫക്റ്റഡ് ബേസ് മെറ്റലിന് യാതൊരു കുഴപ്പം പറ്റില്ല. ആ വെൽഡ് മെറ്റലിനാണ് അവിടെ സംഭവിക്കുന്നത്. അടുത്തത്, വീവിങ് ഇൻ ആർക്ക് വെൽഡിംഗ് റെഫേഴ്സ് ടു സൈഡ് ടു സൈഡ് മോഷൻ ഓഫ് ഇലക്ട്രോഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഡയറക്ഷൻ ഓഫ് വെൽഡിംഗ്, side to side motion of electrodes along the direction of welding, spiral motion given to the electrode, a technique of striking the arc. അപ്പോൾ ആർക്ക് വെൽഡിങ്ങിൽ വീവിങ് എന്നാണ് ചോദ്യം. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ്. സൈഡ് ടു സൈഡ് മോഷൻ ഓഫ് ഇലക്ട്രോഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദി ഡയറക്ഷൻ ഓഫ് വെൽഡിങ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ റൈറ്റ് ആംഗിളിൽ കൂടെ ഇലക്ട്രോഡിനെ മൂവ് ചെയ്യുക, സൈഡ് ടു സൈഡ് മൂവ് ചെയ്യുക. അതാണ് വീവിങ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ വീവിങ് എന്നുള്ളത്. കണ്ടോ, അത് തുന്ന എന്നുള്ളൊരു അർത്ഥം കൂടെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കണ്ടില്ല, സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു മോഡലാണ്, അതാണ് വീവിങ് എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളുടെ ഡയറക്ഷൻ അല്ലേ, ഈ ഒരു ലൈനാണ് നമ്മുടെ ഡയറക്ഷൻ. ആ ഡയറക്ഷൻ റൈറ്റ് ആംഗിൾ സൈറ്റ് ഇങ്ങനെ സൈഡ് ടു സൈഡ് ഇങ്ങനെ മൂവ് ചെയ്ത് പോവാം. ഓക്കെ, അതാണ് വീവിങ്. അപ്പോൾ ഈ വീവ് ചെയ്ത ഒരു പാറ്റേൺ കണ്ടോ, ഇതാണ് വെൽഡ് ബീഡ്. അപ്പോൾ വീവ് ചെയ്ത ഒരു വെൽഡ് ബീഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇലക്ട്രോഡ് ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ പോകും. അപ്പോൾ അതായത് ഈ ഒരു ഡയറക്ഷൻ, ഇതിപ്പോൾ നമുക്ക് നേരെ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ അക്രോസ് ആയിട്ട് റൈറ്റ് ആംഗിൾ സൈറ്റാണ് ഇലക്ട്രോഡിനെ മൂവ് ചെയ്യിക്കുന്നത്. അതാണ് വീവിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒക്കെ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. വീവിങ് എന്ന് പറഞ്ഞാൽ സൈഡ് ടു സൈഡ് ഇലക്ട്രോഡ് മോഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആർക്ക് വെൽഡിംഗ് ഓപ്പറേഷൻ ദ കറണ്ട് വാല്യൂ ഇസ് ഡിസൈഡഡ് ബൈ ദ തിക്നെസ് ഓഫ് പ്ലേറ്റ്, ലെങ്ത് ഓഫ് വെൽഡഡ് പോർഷൻ, വോൾട്ടേജ് അക്രോസ് ദി ആർക്ക്, സൈസ് ഓഫ് ദി ഇലക്ട്രോഡ്. അതിൻ്റെ കറക്റ്റ് ആൻസർ സൈസ് ഓഫ് ഇലക്ട്രോഡാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ അതിലൊരു ചാർട്ട് ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. സൈസ് ഓഫ് ഇലക്ട്രോഡും അതുപോലെ ഈ കറണ്ട് വാല്യൂം തമ്മിലുള്ള ഒരു കമ്പാരിസൻ്റെ ഒരു ചാർട്ട് ഞാൻ തന്നിട്ടുണ്ട്. ഓരോ ഇലക്ട്രോണിൻ്റെ സൈസിനും ഓരോ കറണ്ട് വാല്യൂ എത്ര വരുന്നുള്ള അത് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഞാൻ തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിക്സ്ചർ ഓഫ് അയൺ ഓക്സൈഡ് ആൻഡ് അലൂമിനിയം ഓക്സൈഡ് യൂസ്ഡ് ഇൻ തെർമിറ്റ് വെൽഡിംഗ് ഈസ് 1:1, 1:3, 3:1, none of these. അതിൻ്റെ ആൻസർ വരുന്നത് 3:1 ആണ്. ഇപ്പോൾ തെർമിറ്റ് വെൽഡിങ്ങിൽ അയൺ ഓക്സൈഡ് ടു അലൂമിനിയം ഓക്സൈഡിൻ്റെ മിക്സർ എത്രയാണെന്നാണ് ചോദിച്ചത്. അത് 3:1 ആണ്. ഓക്കെ, അപ്പം എന്താണ് തെർമിറ്റ് വെൽഡിങ്? തെർമിറ്റ് വെൽഡിങ് ഒന്ന് നോക്കാം. ഒരു ക്രൂസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫർണസ് തന്നെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫർണസ് അല്ലെങ്കിൽ ഒരു ലാഡിൽ ഈ മോൾട്ടൺ അയൺ ഉള്ള ഒരു കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ലാഡിൽ അതിൻ്റെ മുകളിൽ നമുക്ക് അലൂമിനിയം ഓക്സൈഡ് സ്ലാഗ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ രണ്ട് തമ്മിലുള്ള പ്രൊപ്പോർഷനാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കേട്ടോ. ഇവിടെ അയൺ ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്, അയണും അലൂമിനിയം തമ്മിലുള്ള ആ ഒരു പ്രൊപ്പോർഷനാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ലാഡിൽ നമുക്ക് എവിടെയാണോ വെൽഡ് ചെയ്യേണ്ട സംഗതി ഒരു സാൻഡിൻ്റെ ഉള്ളിൽ ഇവിടെ നമുക്ക് എന്താക്കും ഫിക്സ് ചെയ്ത് വെക്കുക. അതായത് നമ്മുടെ കോപ്പ് ഡ്രാഗ് വെച്ചൊരു ഫൗണ്ടറിയിലൊക്കെ ചെയ്യും പോലെ
സാൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് വെൽഡ് ചെയ്യേണ്ട 2 പാർട്സ് ഇമ്മേഴ്സ് ചെയ്ത് വെക്കും. എന്നിട്ട് ആ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്താക്കും, മോൾട്ടൺ മെറ്റൽ ഇവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ വെൽഡിങ്, അതാണ് രണ്ടാമത്തെ ഫിഗറിൽ കാണുന്നത്. ഓക്കെ, ഇതൊരു ബട്ട് വെൽഡാണ് കാണിച്ചത്. ഇപ്പോൾ ബട്ട് വെൽഡിൻ്റെ ഇടയിലേക്ക് നമ്മൾ എന്താക്കും, മോൾട്ടൺ മെറ്റൽ ഇങ്ങനെ പോർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെൽഡിങ് സംഭവിക്കും. ഇതാണ് തെർമിറ്റ് വെൽഡിങ് കേട്ടോ. ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തെർമിറ്റ് വെൽഡിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മോൾട്ടൺ മെറ്റൽ പോർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വെൽഡിങ് പ്രൊസീജിയർ, അതാണ് തെർമിറ്റ് വെൽഡിങ്. അപ്പോൾ അവിടെയുള്ള അയൺ ഓക്സൈഡും അലുമിനിയം ഓക്സൈഡും തമ്മിലുള്ള പ്രൊപ്പോർഷനാണ് 3:1. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കാർബറൈസിംഗ് ഫ്ലെയിം ആസ് കമ്പയർഡ് ടു ഓക്സിഡൈസിംഗ് ഫ്ലെയിം ഈസ് മോർ ലൂമിനസ്, ലെസ് ലൂമിനസ്, ഈക്വലി ലൂമിനസ്, അൺപ്രഡിക്റ്റബിൾ. അതിൻ്റെ ആൻസർ വരുന്നത് മോർ ലൂമിനസ് ആണ്. അപ്പോൾ അതായത് ഓക്സിഡൈസിങ് ഫ്ലെയിമിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ കാർബറൈസിങ് ഫ്ലെയിം മോർ ലൂമിനസ് ആണ്, പ്രകാശം വളരെ കൂടുതലായിരിക്കും കാർബറൈസിങ് ഫ്ലെയിമിന്. പിന്നെ മുന്നേ നമ്മൾ ഫിഗർ ഓൾറെഡി തന്നിട്ടുണ്ട് ഇതിൻ്റെ മുന്നൊക്കെ വീഡിയോസിൽ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്, കാർബറൈസിങ് ഫ്ലെയിം, ന്യൂട്രൽ ഫ്ലെയിം, ഓക്സിഡൈസിങ് ഫ്ലെയിം കേട്ടോ. ഇത് ഏതൊക്കെ മെറ്റീരിയലാണ് ചെയ്യാനൊക്കെ മുന്നത്തെ വീഡിയോസ് ഉണ്ട്, ഒക്കെ നിങ്ങൾ നോക്കാം. അതുപോലെ ഈ കോണ് കണ്ടോ, ഈ കോണ് ന്യൂട്രൽ ഫ്ലെയിമിൽ റൗണ്ടഡ് കോൺ ആയിരിക്കും, അതൊക്കെ ക്വസ്റ്റ്യൻ വന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ലൂമിനസ് ആയി നിൽക്കുന്നത് കാർബറൈസിംഗ് ഫ്ലെയിമാണ്. ഓക്സിഡൈസിംഗ് ഫ്ലെയിമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാർബറൈസിംഗ് ഫ്ലെയിമാണ് കൂടുതൽ പ്രകാശമുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെഷനിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, കമ്പയർ ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. അതുപോലെ മുന്നത്തെ വീഡിയോസൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് ഏതാണ്, ക്വസ്റ്റ്യൻസ് ഏതാണ്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കൂടുതൽ എംഫസൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ ഇതിനടുത്ത ഒരു 10 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.